സാറിന്റെ ലൈഫിൽ കരിയറിലെ പോയിന്റിൽ അങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് വന്നിരുന്നു സാർ സാർ നേരത്തെ പറഞ്ഞ സാറിന്റെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ടാണോ? അല്ലല്ല, ഒന്ന് ബേസിക്കലി ഹോം കാർഡറാണ് എനിക്ക്. ഞാൻ ഐ എം എ കേരള ടു കേരള കാർഡർ. അപ്പോൾ ദാറ്റ് ഇസ് എ ബോണസ്. അപ്പം ഞാൻ എസ് പി കഴിഞ്ഞിട്ട് ഞാൻ DIG ലെവലിൽ ഞാൻ ഡെപ്യൂട്ടേഷനൊക്കെ പോകാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ ബാച്ച്മേറ്റ്സിനെയൊക്കെ അടുത്തൊക്കെ പലയിടത്തും ചോദിച്ചു. അതുപോലെ ഇവിടെയുള്ള എൻ്റെ കൊളീഗ്സും ഇമ്മീഡിയറ്റ് സീനിയേഴ്സായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നവരത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ ആർ യു ക്രേസി, കേരള ഇസ് സച്ച് എ ഗുഡ് കാർഡർ, വൈ ഡു യു വാണ്ട് ടു ഗോ ഡെപ്യൂട്ടേഷൻ. ഇനി ഈ പറഞ്ഞ പോലെ ഒരാൾ ഡെപ്യൂട്ടേഷനിൽ പോയാൽ അവർക്കൊക്കെ പോകാൻ പറ്റും. ഐ മീൻ ദർ ഇസ് എ കോട്ട് ഔൺ ഡെപ്യൂട്ടേഷൻ. അപ്പോൾ അത് ചിലപ്പോൾ മേ ബി റിമോട്ട് പോസിബിലിറ്റി അവനിനി അങ്ങോട്ട്. പക്ഷെ അതല്ല, ഐ മീൻ വെരി ഗുഡ് ഫ്രണ്ട്സ് ഹു ഹാവ് ബീൻ സിൻസിയർ ഹാവ് ബീൻ ടെലിംഗ് മീ വൈ ഷുഡ് യു ഗോ. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ട്രൂ ഇൻ IPS. ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് മൈ ബാച്ച്മേറ്റ്സ്. മോസ്റ്റ് ഓഫ് ദ ഗൈസ് ഹു ഹാവ് ഗോട്ട് ഹോം കാർഡർ ഹാവ് നോട്ട് ഷിഫ്റ്റഡ്. പോയിട്ടേ ഇല്ല. വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ, വളരെ കുറച്ച് പേര് ചില കരിയർ ഓറിയൻറ്റഡ് ആയിട്ട്. എനിക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ IB ഡയറക്ടർ ആവണം, ഐ മീൻ ഐ റിയലി വോണ്ട് ടു മേക്ക് സംതിങ് ഓഫ് മൈസെൽഫ് എന്ന് അത്ര ഡ്രൈവ് ഉള്ള ആൾക്കാർ, ദ ഗോ ഗെറ്റേഴ്സ്, ക്ലൈംബേഴ്സ്, അത് നത്തിങ് നെഗറ്റീവ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതായത് ആംബിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റത് യു ആർ ഹാപ്പി അറ്റ് യുവർ ഹോം, വൈ ഡു യു വാണ്ട് ടു ഗോ. പിന്നെ ഫാമിലി കൺസേൺസാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും യുവർ ലെറ്റസ് DIG IG എന്നൊക്കെ പറയുമ്പോൾ 30-40 വയസ്സാവും. അപ്പോൾ പിന്നെ പാരൻസ് പ്രായമാവും, അപ്പോൾ അവരെ നോക്കണം. അങ്ങനെയുള്ള വേറെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് അതിനകത്ത് വരും. അങ്ങനെയൊക്കെ വന്നു. പിന്നെ സിൻസ് ഐ വാസ് നോട്ട് മിസ്സിങ് എനിത്തിങ് സ്റ്റേറ്റ് ബാക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് UN ഡെപ്യൂട്ടേഷൻ, അതുപോലെ വേറെ ചിലതൊക്കെ വരും, അതിന് പോകാം. അതിനാണ് അടുത്ത ചോദ്യം. സാറിന്റെ കരിയറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് you went into Bosnia, UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ബോസ്നിയ ഹെർസഗോവിന ആ സമയത്ത്. So tell us something about that. അത് എങ്ങനെയായിരുന്നു UN പീസ് കീപ്പിംഗ് ഫോഴ്സിൽ പോകുന്ന സമയത്തും? അത് ഏത് വർഷമായിരുന്നു സാർ? അത് ഞങ്ങൾ പോയത് 99 99-ലാണ് പോയത്. 99-ലാണ് പോയത്. അപ്പോൾ അത് ആക്ച്വലി ബോസ്നിയയിൽ ഡേറ്റൺ അക്കോർഡ്, പീസ് അക്കോർഡ് വന്ന് അവിടെ വാർ സ്റ്റോപ്പ് ചെയ്ത് അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പീസ് കീപ്പിംഗ് ഫോഴ്സ് UN കൊണ്ടുവന്നു. ആ സമയത്താണ് വലിയ മാസക്കറൊക്കെ കഴിഞ്ഞിട്ട് ഒരു പീസ് വരുമ്പോഴത്തേക്കുമാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. എല്ലാ IPS ഓഫീസേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരാറുണ്ടോ? അത് അല്ല, ഇറ്റ് ഗെറ്റ്സ് അഡ്വർടൈസ്ഡ്. ആക്ച്വലി ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച്, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ വി ആർ ഹാപ്പി അറ്റ് ഹോം, സോ യു ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് എനിത്തിങ്. അങ്ങനെ വന്നപ്പോഴാണ് ആക്ച്വലി എൻ്റെ 87 ബാച്ചിൽ ഒരു ഓഫീസർ, ഹി വാസ് പോസ്റ്റഡ്, ഹി വാസ് യൂണിയൻ ടെറിട്ടറി കാർഡർ. യൂണിയൻ ടെറിട്ടറിക്കാർ ലക്ഷദ്വീപ്, ആൻഡമാൻസ് അങ്ങനെ. അപ്പോൾ ലക്ഷദ്വീപിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹം ഫോർ സംതിങ് ഹി കെയിം ടു നമ്മുടെ കേരള PSQൽ വന്നു. ഹി മെറ്റ് മീ. I was the AG there. So he met me and we got to talking. Then he said, ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. He had gone the previous year. അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Then it was discovered. എന്നിട്ട് ഞാൻ എൻ്റെ വളരെ ക്ലോസ് ആയിരുന്ന എൻ്റെ ഒരു ജൂനിയർ കൊളീഗുണ്ട്, ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു, എങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ വേറെ നോബഡി നോസ് അബൌട്ട് ദിസ് ആൻഡ് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. അപ്പം ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് അതിന് മറ്റേ വണ്ടി ഓടിക്കുകയൊക്കെ വേണം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പം അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ ആരുടെയും നോക്കി ഇറന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി മേടിച്ച് അത് വെച്ച് വെച്ചൊക്കെ എടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവിടെ പോയി യു ഹാവ് പ്രിലിമിനറി ടെസ്റ്റ്. അന്ന് അത് ചെയ്ത ITBP ആണ്. യു ഹാവ് എ ടെസ്റ്റ് വെയർ ബൈ യുവർ നോളജ് ഇൻ ഇംഗ്ലീഷ്, ഒരു കോംപ്രിഹെൻഷൻ, പിന്നെ അതായത് ലിസണിങ് ടു ഇംഗ്ലീഷ് കോൺവെർസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ്, അത് പിന്നെ ഒരു ബേസിക് കോംപ്രിഹെൻഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ്, അങ്ങനെ ഒരു അതടങ്ങുന്ന ഒരു IELTS അതിനെന്തോ VSAT എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വേണം. പിന്നെ ഒരു സ്ട്രിക്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അത് രണ്ടും പാസ്സായാലേ യുവർ നെയിം വിൽ ബി കൺസിഡേർഡ് ഫോർ ഡിപ്ലോയ്മെൻറ്റ്. എന്നിട്ട് MHA ആദ്യം ചെയ്യും, അത് കഴിഞ്ഞ് MEA ചെയ്യും. ഒരു ഫിൽറ്ററിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ അന്ന് ഞങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ആർക്കും അറിഞ്ഞൂടാ, ആർക്കും വേണ്ട. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ്. രസമുള്ള കാര്യം, ഇവിടെ ഹാർഡ്ലി പീപ്പിൾ ഈവൻ നൗ ബോസ്നിയ എന്നൊരു രാജ്യം ഉണ്ടോ എന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. ആക്ച്വലി ഞങ്ങൾ ഈ ആപ്ലിക്കേഷനെ കൊണ്ട് ഞങ്ങളുടെ ദെൻ DG അടുത്ത് ഫൈൻ ഓഫീസർ ഇപ്പോഴും വി ആർ ഇൻ ടച്ച്. അപ്പോൾ എവരിബഡി നോസ് അബൌട്ട് ബോസ്നിയ ആസ് എ വാർ ടോൺ കൺട്രി, അവിടെ പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ചോദിച്ചാൽ ആർ യു ക്രേസി ഗോ ടു ദാറ്റ് പ്ലേസ്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, വെളിയിൽ ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളിന് IPS എടുക്കണമെന്ന് പറഞ്ഞ എന്തൂസിയാസം, അതുപോലെ ഞങ്ങളൊരു എന്തൂസിയാസത്തിന് ചാടിയതാണ്. പക്ഷെ എന്തായാലും അയച്ചു, കിട്ടി, പോയി. പക്ഷെ ഐ വിൽ ടെൽ യു, ഞങ്ങളുടെ കരിയറിൽ തന്നെ ഞങ്ങൾ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. ബോസ്നിയ മീൻസ് ഇറ്റ്സ് എ സെൻറ്റർ ഓഫ് യൂറോപ്പ്. അവിടെ വാറും പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഫോർ 1 month വർക്ക് യു ഗെറ്റ് 3 days ലീവ്. അപ്പോൾ നെക്സ്റ്റ് മന്തിൻ്റെ കൂടെ ആകുമ്പം ഒരു മന്ത് എൻഡിൽ യു ഗെറ്റ് അബൌട്ട് 6 days. യു കോൾ ഇറ്റ് കോമ്പൻസേറ്ററി ടൈം ഓഫ് CTO. ആ 6 months വി ട്രാവൽഡ് 6 days
ആ 6 days ബെറ്റ് വെച്ച് വി ട്രാവൽഡ് ഓൾ ഓവർ യൂറോപ്പ് മൊത്തം ഒഫീഷ്യലി യാത്ര മൊത്തം കണ്ടു. അപ്പോൾ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ടെറിഫിക് എക്സ്പീരിയൻസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും ഇറ്റ്സ് എ ലെസൺ ഇൻ ലൈഫ്. അതായത് ഈ എന്ന് വെച്ചാൽ നമ്മളൊന്നും അറിഞ്ഞുകൂടാതെ എടുത്തു ചാടണമെന്നല്ല, പക്ഷേ ഈ ഇഫ് യു ലെറ്റ് us take the less traveled road or you take a calculated risk, many times the result is very sweet. പക്ഷേ ഓഫ് കോഴ്സ് അതിൻ്റെ വേറെ ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് പേർക്ക് അവിടെ പോയി ആക്സിഡൻസ് ഒക്കെ പറ്റിയവരുണ്ട്. മറ്റേ കാഷ്വാലിറ്റീസ് ഒന്നും ഞങ്ങളുടെ ഇന്ത്യൻ കണ്ടിജൻറ്റിലൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ദ റിസ്ക് വാസ് ഡെഫിനറ്റ്ലി ദെയർ. പക്ഷേ അല്ലാതെ വേറെ കുറേ ഇഷ്യൂസ് വന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ ദാറ്റ് റിമൈൻസ് വൺ ഓഫ് അവർ ബെസ്റ്റ് പോയിന്റ്സ് ഇൻ ദ കരിയർ. സോ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല? അല്ല, അന്നുണ്ടായിരുന്നു വെച്ചാൽ സേഫ്റ്റി ഇഷ്യൂസ് പലയിടത്തും. വണ്ടി മറിഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്, വെടിവയ്പ്പിൻ്റെ ഒക്കെ ഇടയിൽപ്പെട്ട് എവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ അതിൻ്റെ പ്രോബ്ലംസ് ഓഫ് ദ ജോബ്. അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വെൻ ദെൻ യു ഗെറ്റ് പെയ്ഡ് ഇൻ ഡോളേഴ്സ്. സോ ദെൻ ദാറ്റ് യു ക്യാൻ, അങ്ങനെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റിയത്.